ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇപ്പൊ ഇവിടെ കോയമ്പത്തൂര് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നലെ എത്തി. പിന്നെ ഇനി നമ്മളടുത്ത് പോകാൻ പോകുന്നത് നമുക്ക് ഓൾഡ് ഉക്കട മാർക്കറ്റ്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. നമ്മുടെ മാരുതിയുടെ റീസ്റ്റോറിംഗ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പൊ അത് ഇനി ഇല്ല, നമ്മൾ വീഡിയോ ഇട്ടില്ല. നമ്മളത് സെക്കൻഡ് മാരുതി എടുത്തായിരുന്നു കേട്ടോ. ഒരു കുറഞ്ഞ പൈസക്ക് മാരുതി എടുത്തപ്പോൾ അതിന്റെ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വീഡിയോ വരുന്നുണ്ട്. കാരണം വേറെ ഒന്നും നല്ല ഒരു പഴയ വണ്ടിയാ. നമ്മളതിനെടുത്ത് എനിക്ക് പഠിക്കണം. കുറച്ച് പണികളൊക്കെ ചെയ്തു. AC ഇല്ലാത്ത വണ്ടിയായിരുന്നു, AC വെച്ചു. പിന്നെ പെയിന്റിങ് കൊടുത്ത് കുറച്ച് സീറ്റുകൾ ചെയ്തു. അങ്ങനെ അത് വീഡിയോ വരുന്നുണ്ട്. നമുക്ക് അതിന് വാങ്ങാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു വാങ്ങിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞ കുറച്ച് പേർക്ക് വാങ്ങിച്ചോണ്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഇവിടെ ആകുമ്പം നല്ല ലാഭത്തിന് കിട്ടും. ഉക്കട മാർക്കറ്റിൽ പോയി നോക്കട്ടെ. എല്ലാ സാധനങ്ങളും ലാഭത്തിന് കിട്ടും എന്നാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞൂടാ. നല്ല തിരക്കെന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് കോയമ്പത്തൂര്. അപ്പം അവള് പറഞ്ഞു നല്ല തിരക്കാണ്. പോകാൻ വേണ്ടിയാ വന്നേ ഗ്രീഷ്മ. അപ്പൊ അവള് ഇവിടെ ഇല്ല. ഇലക്ഷൻ എന്തോ ഇതായിട്ട് ഈറോഡ് പോയേക്കാണ്. അപ്പൊ ഇവിടെ നിന്ന് ഈറോഡ് പോകണമെങ്കിൽ 3 മണിക്കൂറോളം യാത്ര ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോകാനായിരുന്നു. പിന്നെ ഇക്കുവിന് ടോയ് വാങ്ങണം. ഇന്നലെ മുതലേ ഇക്കു ടോയ് ഇടാൻ വിഷമത്തിലായിരുന്നു. അവൻ ട്രോള് തുടച്ചോണ്ടിരിക്കുകയാണ്. അവിടെ നല്ല ജോലിയിലാണ് രാവിലെ. ഇക്കു എന്താ ചെയ്യുന്നേ? നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മുടെ റൂം കാണിച്ചത് അടിപൊളി റൂമാണ്. ഇത് സ്ഥലം ഇഷയിൽ നിന്ന് 3 കിലോമീറ്റർ. 3.5 കിലോമീറ്റർ. 7 കിലോമീറ്റർ അല്ലേ? 3.5 അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇന്നലെ പോയപ്പോ ചേട്ടൻ 7 കിലോമീറ്റർ. എന്തായാലും അടുത്താണ്. ഒരു 5 കിലോമീറ്ററിന്റെ ഉള്ളിലാണ്. നല്ല എന്തോ ഒരു ഗ്രാമം. ഇവിടെ തന്നെ ഉണ്ടോ? കൃഷിയാണ്. ഇവിടെ നട്ടേക്കുന്നത് വെച്ചാൽ ഫാമിന് മറ്റേ പശുക്കൾക്ക് വേണ്ടിയുള്ള പുല്ലാണ് ഈ നട്ടേക്കുന്നത്. പിന്നെ അതിന്റെ അപ്പുറത്ത് എന്താണത്? തക്കാളിയാണ്. നമ്മൾ വരുന്ന വഴിക്ക് മറ്റേ കോളിഫ്ലവറിന്റെ കൃഷിയായിരുന്നു. പിന്നെ താഴെ വെണ്ട നട്ടിട്ടുണ്ട്. പിന്നെ കൃഷിയാണ്. ഇതൊരു എനിക്ക് തോന്നുന്നു ഇത് പുതിയൊരു ഇതാണ്. റിസോർട്ടല്ല, ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു. 2 വർഷമായെന്നൊരു പറഞ്ഞു. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഫാമിലി മാത്രമേ ഇന്ന്. അത് സംഭവം ഇവിടെ നോൺ വെജ് അലൗഡ് അല്ല. പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ വെജ് അലൗഡ് അല്ല. ലിക്കർ, സ്മോക്കിംഗ്, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊന്നും ഇവിടെ അലൗഡ് അല്ല. പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോള്, നോൺ വെജ് ഒന്നും അലൗഡ് അല്ല. പാർട്ടി സംഭവം അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാൻ ഫാമിലി ആയിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ റൂം ഇപ്പം ഒന്ന് കാണിച്ചൂടെ? കാരണം റൂം അത്യാവശ്യം നല്ല റൂമാണ്. കാപ്പി കുടിക്കാൻ വേണ്ടി താഴോട്ട് പോവുകയാണ്. അമ്മ ഇറങ്ങി ഞാനും ബാഗിട്ടുണ്ട്. ആദ്യം ഇഡ്ഡലി വെക്കണം, എന്നിട്ടാ കറി. നമുക്ക് ഇഡ്ഡലി സാമ്പാറും ഇക്കുവിൻ്റെ ഫേവറേറ്റ് ആണ്. ഇക്കു ഇവിടെ നിലത്തുനിന്ന് ഒഴിക്കാൻ പാടില്ല കേട്ടാ. മതി. സാമ്പാറുണ്ട്, ചട്നി മാത്രമല്ല. വേറെ ടൈപ്പ് സാമ്പാർ തേങ്ങ അരച്ചിട്ടുണ്ടെന്ന്. സാമ്പാർ അടിപൊളി. വടയുണ്ട്. ഗൈസ്, ഇവിടെ ഒരു പൂജാ റൂം ഉണ്ട് കേട്ടോ. അത് നമ്മൾ കാണിക്കാൻ വിട്ടുപോയതാ. കാണിച്ചത് നല്ല വൈബുള്ള സ്ഥലമാണ് കണ്ടോ. ഇവിടെ ഒരു പൂജാ റൂമുണ്ട്. നല്ല സ്പേസാണ് ഇവിടെ. നമുക്ക് പ്രാർത്ഥിക്കാനും ഉള്ള എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിൻ്റെ വെളിയിലും അതുപോലെ തന്നെയാണ്. ബാൽക്കണി, നല്ല കൃഷിയും കാര്യങ്ങളുമാണ്. ഫുള്ളിതാണ്. ഇത് 4 സൈഡും കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പുറത്തുമുണ്ട്.
ഇതൊരു ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു, പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല. ഗൈസ്, നമുക്കൊരു ഒന്നാന്തരം പണി കിട്ടി ഗൈസ്. ഈ വെള്ളം നമ്മൾ കൊണ്ടുവന്ന് വെള്ളം ചരിഞ്ഞ് ഈ ബാക്കിൽ ഫുള്ളായി. ജസ്റ്റ് കുറച്ചുകൂടെ ഉണങ്ങിയല്ലേ ഏതാണ്ടൊക്കെ. ആ, ഇവിടെ നല്ല വെയിലുണ്ട്. ഇതാണ് നമ്മൾ താമസിച്ച ഹോം സ്റ്റേ. ചുറ്റിനും വേറെ വീടുകളൊന്നുമില്ല. അതേതോ ഒരു ബിൽഡിംഗ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇതേ ഉള്ളൂ, പക്ഷെ അടിപൊളി. ഇവിടെയൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നവർ മാക്സിമം ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ലൊരു സ്റ്റേ കിട്ടും. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. വൃത്തിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അടിപൊളി. ഇവിടെ എല്ലാം ലീക്കായി എല്ലാം ചെറുതായിട്ട് ഉണക്കി തുടച്ചെടുത്ത്. നമ്മുടെ ഒരു ബോക്സ് ടിഷ്യൂ ഫുള്ള് വെള്ളം കയറി. ഇക്ക എന്താ ചെയ്യുന്നേ? അപ്പൊ നമുക്ക് ഇറങ്ങാം. ഉക്കട മാർക്കറ്റിലേക്ക് പോകാം. നമ്മള് ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇന്നിപ്പോ ഒരു ട്രോഫി കയറിയിട്ടുണ്ട്. നമ്മൾ ബെനപ്പിക്കുന്ന സാധനം വാങ്ങി. ഇക്ക ഇവിടെ ഉണ്ട്. ഇക്കിന് കളിപ്പാട്ടം വേണോ? എന്നിട്ട് കളിപ്പാട്ടം അല്ലേ അവന്റെ വിചാരം. എന്താ ഇത് തോക്കെന്നാണ് അവൻ വിചാരിച്ചു വെച്ചേക്കുന്നത്. നമ്മള് സാധനങ്ങൾ എടുത്തെടുത്ത് നമ്മള് ഊപ്പാട്ട് വന്നിട്ട് നിൽക്കുകയാണ്. നമ്മൾ കാറിന് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തായിരുന്നു. അതായത് മാറ്റ് എടുത്ത്, സ്പീക്കർ വാങ്ങി, പിന്നെ ടെയിൽ ലാമ്പ്, അങ്ങനെ കുറെ സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങി. മാരുതിക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ സ്പീക്കർ വാങ്ങി JBL. ഇനിയിപ്പോ ഏത് രാജ്യത്ത് JBL എന്ന് അറിഞ്ഞുകൂടാ. മിക്കവാറും തമ്പാനൂരത്തായിരിക്കും അല്ലേ പറഞ്ഞു. പിന്നെ നമ്മള് ഈ കവറിൽ ഇരിക്കുന്ന എല്ലാം നമ്മള് മാരുതിക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ സ്പോയിലർ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് സ്പോയിലർ ഇക്കോസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, തളർന്നിരിക്കുന്നുണ്ട്. പിന്നെ മാറ്റ് വാങ്ങി, അമ്മൂൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ എന്ത് സാധനം വാങ്ങണമെങ്കിലും, കാറിന്റെ സാധനം വാങ്ങണമെങ്കിലും നമുക്ക് ഇവിടെ വന്നാൽ മതി. ഇവിടെ ഈ ഉക്കട മാർക്കറ്റിൽ അത്യാവശ്യമല്ല, നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ കാറിന്റെ സ്പെയറൊക്കെ വെച്ച് നോക്കുന്നെങ്കിൽ നല്ല റേറ്റ് കുറവാണ്. കാരണം സ്പോയിലറിനൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ എങ്ങനെ പോലും 300-500 റേഞ്ച് ഉണ്ട്. ഇവിടെ ഒരു 1000-1200 റേഞ്ച് ഒക്കെ ഉണ്ട്. അതുപോലെ എല്ലാ സാധനങ്ങളും, ഫ്രൂട്ട്സിന്റെ ഒക്കെ ഫോണൊക്കെ നല്ല റേറ്റ് കുറവാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ കോയമ്പത്തൂർ വന്നാൽ ഈ മാർക്കറ്റിൽ വന്നാൽ മതി. നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ, കാരണം നല്ല സൗണ്ട് ഉണ്ട്. വണ്ടി അവിടെ എടുത്താൽ പിന്നെ പണി കിട്ടുന്നു. കാർ എടുത്താൽ നമുക്ക് പണി കിട്ടും, പിന്നെ പാർക്കിങ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഈ ലോക്കൽ ഓട്ടത്തിന് ഓട്ടോയിൽ പോകുന്നതാണ് നല്ലത്. ഓട്ടോ പിടിച്ച് നമ്മളിങ്ങനെ ജസ്റ്റ് പോകുന്നുണ്ട്. ഓട്ടോയിലോട്ടോ നല്ല തിരക്കാണ്. കഴിക്കാൻ വേണ്ടിയാണ് അമ്മു ഈ സൈഡിലുണ്ട്. മന്തിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നല്ല സൗണ്ട് ഉണ്ട്, ഒന്നും കേൾക്കാൻ പറ്റൂല കേട്ടോ. അതെ, ഫുഡിന്റെ മന്തിയുടെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല തിരക്കുള്ള ഹോട്ടലാണ്. മന്തി എന്നാ ഹോട്ടലിന്റെ പേര്. നല്ല തിരക്കാണ്. നഖ്ദി മന്തി എന്നാണ്. നല്ല തിരക്കുണ്ട്. 3 ഫ്ലോർ ആയിട്ടാണ്. ശരി, ഫുഡ് വന്നിട്ട് കാണാം. ഇവിടെ നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത തിരക്ക്.
എനിക്ക് ഇവിടുത്തെ നമ്മുടെ അവിടുത്തെ ക്യാപിറ്റൽ അവിടെ പോലും ഇത്രയും തിരക്കൊന്നുമില്ല. ഇവിടെ ക്യൂ ആണ് മറ്റേ അന്നദാനത്തിന് ആഹാരം കഴിക്കാൻ നിൽക്കുമ്പോൾ താരങ്ങളിലൊക്കെ പോകണമല്ലോ. അതുപോലെയാണ്. നമ്മൾ എത്ര സമയം അറിയാൻ വന്നിട്ട് ഇവിടെ 3 നില ബിൽഡിംഗ് ആണ്. ഈ 3 നിലയിലും നല്ല തിരക്കാണ്. നമ്മള് പിന്നെ അധികം വെയിറ്റ് ചെയ്തില്ല. എനിക്ക് എന്താന്ന് തോല്ലേ ഫാമിലി ആയിട്ടാണെന്ന് അറിഞ്ഞില്ല. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഫാമിലി ആയിട്ടായിരിക്കും. പയ്യന്മാരൊക്കെ വന്നിട്ട് കുറെ നേരം കൊണ്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്. അതാണ് ഫാമിലി ആയിട്ടാണെന്ന് തോന്നുന്നത്. കൊച്ചു പയ്യന്മാരെയൊന്നും അങ്ങനെ പെട്ടെന്ന് കേൾക്കുന്നില്ല. ഒരുപാട് പിള്ളേരുണ്ട്. ഫുള്ള് സ്കൂള് കോളേജ് പിള്ളേരാണ്. പ്രോഗ്രാമാണ്. എല്ലാ പിള്ളേരും ഷർട്ടിലൊക്കെ വന്തിയോടെ പ്രിപ്പയർ ആവണേ ഉള്ളൂ. എന്തായാലും നോക്കാം. നല്ല ഫുഡാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ തിരക്ക്. അതുപോലെ ഓട്ടോ ചേട്ടൻ പറഞ്ഞത് ഇവിടെയാണ് നല്ലതല്ലേ. ഓട്ടോ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഗൈസ് നമ്മളെ മന്തി വന്നിട്ടുണ്ട്. പെരി പെരി ഉള്ളൂ. പെരി മന്തിയാണ് വാങ്ങിയത്. പക്ഷെ നല്ല നോർമലില്ല. അൽഫാം മന്തി ഇല്ല, ഒന്നുമില്ല. പെരി പെരി ഉണ്ട്, ഗ്രീൻ ചില്ലി അൽഫാം, പിന്നെ ബീഫ് മട്ടൺ, അത്രേ ഉള്ളൂ. ഒരു പീസ് കൊടുക്കുന്നത് റിസ്ക്കാണ്. കഴിച്ചിട്ട് കൊള്ളാമോന്ന് പറ. ഞാൻ മാറി തരാം. ആ ഉള്ളിലുള്ള പുറമേ ഉള്ള കൊടുക്കണ്ട, എരിവായിരിക്കും. മയോണൈസ് അധികം കൊടുക്കണ്ട. ഈ ടൊമാറ്റോ ഇത് കൊടുത്താൽ മതി. എങ്ങനെയുണ്ട് കുച്ച? എങ്ങനെയുണ്ട്? കൊള്ളാമോ? എപ്പടി കണ്ടാലേ അറിയാം. നല്ല ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇട്ട്. പെരി പെരി പൊതുവെ സ്പൈസിയാണ്. നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി അടുത്തത് അടുത്ത ഓട്ടോ പിടിച്ചു കൊട മാർക്കറ്റിലേക്ക് പോകാം. കൊട മാർക്കറ്റിലേക്ക് എങ്ങനെ പോണം? അവിടെ ഇനി ഡ്രസ്സിന്റെ സെക്ഷനിലോട്ട് പോകണം. ഡ്രസ്സ് ടോയ് എന്തോ വേണം എന്ന് പറഞ്ഞു. ടോയ് എന്താ കാറ്റ് കയറുന്ന ചെവിയൊക്കെ പൊട്ടിരിക്കുന്നു. ഗൈസ് നമ്മളിങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. തുണി ഒക്കെ നല്ല റേറ്റ് കുറവുണ്ട്. കുട്ടികളുടെ ആണെങ്കിലും വലിയ ആൾക്കാരുടെ ആണെങ്കിലും നല്ല റേറ്റ് കുറവുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടോയ്സിൻ്റെ കട ഇപ്പുറത്തുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. നമ്മൾ സ്ട്രീറ്റിൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുട്ടികളുടെ വീട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവന് വീട്ടിൻ്റെ ഡ്രസ്സ് വാങ്ങണം. നമ്മൾ വീട്ടിൽ ഇടാൻ കുറച്ച് ഹായ് ഗൈസ്, നമ്മളിപ്പം ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങി. പാലക്കാട് റോഡ് കയറിയിട്ടുണ്ട്. വിഷു ഇവിടെ കിടന്ന് ഭയങ്കര അലിപ്പ് കാണിക്കുകയാണ്. നമുക്ക് ചായ കുടിക്കരുത്. നമുക്കൊരു ചായ കുടിക്കാം. ഒരു ബൂസ്റ്റ് കുടിച്ചാലും. 2 വടയും വാങ്ങി, ഒരു പഴംപൊരിയും വാങ്ങി. ഉപ്പൂസ് പിന്നെ കുറച്ച് മുട്ടായി എടുത്തിട്ടുണ്ട്. ഗൈസ് അമ്മൂസ് ഇവിടെയുണ്ട്. ഹായ് ഗൈസ്, അവസാനം നമ്മൾ ഓടി നമ്മളെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളെ വണ്ടി ഒന്ന് പണി തന്നായിരുന്നു. ഒരു വാണിംഗ് ലൈറ്റ്, വേറെ ഒന്നുമില്ല, ഒരു വാണിംഗ് ലൈറ്റ് ഓൺ ആയി കിടന്നു. അപ്പൊ അത് എഞ്ചിന്റെ ഒരു വാണിംഗ് ലൈറ്റ്. പിന്നെ പെട്രോള് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് റെഡിയായി. ഞങ്ങളുടെ റൂമിൽ എത്തി. ഇതാണ് റൂം നമ്മുടെ. കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. കാക്കനാടാണ് റൂം എടുത്തത്. ഇതിന്റെ താഴെ പാർട്ടി നടക്കുന്നുണ്ട് കേട്ടോ. പാർട്ടി ഹാളാണ് താഴെ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എണീറ്റു, ഫ്രഷായി, കുളിച്ചു. അതെ, നമ്മളൊരു ചെറിയ കട്ടൻ ചായ ഇട്ട് കുളിച്ചായിരുന്നു. ഇനി അടുത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴോട്ട് പോവുകയാണ്. ഇപ്പൊ താഴെയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്.
അത് കഴിഞ്ഞിട്ട് അതെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മളൊരു അനിയനുണ്ട്, അവനെ കാണാൻ പറ്റുമെന്ന് നോക്കും. അവനിവിടെ കടവന്ത്രയാണ്, അടുത്ത സ്റ്റേഷനിലാണ്. അപ്പം അവനോട് ഒന്ന് കണ്ടിട്ട് പോകാന്നുള്ള പരിപാടിയിലിരിക്കുക. അപ്പം ഇക്കൂസ് ഇവിടെ ഉണ്ട്. ഇക്കൂസിന് രാവിലെ കുറച്ച് പാട് വിട്ടാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓ ആദ്യം ഓരോരുത്തരായിട്ട് ഇട്ടിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാമേ. പുട്ടുണ്ട്, അടുത്ത് കടലക്കറി, പുട്ടും കടലക്കറി, പിന്നെ മുട്ടയുണ്ട്. ഇത് ഇക്കുവിൻ്റെ ഫുഡാണ്. പുട്ട്, കടലക്കറി, ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, ഒരു മുട്ട. എല്ലാവരും ഇത് തന്നെ. ഞാനും പുട്ടും കടലക്കറിയും മുട്ട, പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അമ്മ പാല് കുഞ്ഞിന് പാലെടുത്തിട്ടുണ്ട്, ചായ. ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും നമ്മൾ കഴിച്ചിട്ട് കാണാം. അപ്പം നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. നമ്മളിനി നേരെ വീട്ടിലേക്കാണ്. ആദ്യം നേരത്തെ പറഞ്ഞ ഒരു അനിയൻ പയ്യുണ്ട്, അപ്പം അവനെ ഒന്ന് കാണണം. കടവന്ത്രയാണ്, അവനെ ഒന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ പോണ വഴിക്ക് ഒരു ഷോപ്പിൽ ഇറങ്ങണം. നമുക്ക് ഷോപ്പിൽ ഇറങ്ങി കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട്. കാരണം കോയമ്പത്തൂർ പോയിട്ട് നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല. കാരണം സത്യം പറഞ്ഞാൽ ഒന്നും ഒരു പിടിയുമില്ല. കുറേ ഗില്ലുകള്, കുഞ്ഞു കുഞ്ഞു ഗില്ലുകൾ പോലെ കുറെ ഉണ്ടായിരുന്നു. അപ്പം എങ്ങോട്ട് വണ്ടിയുടെ സാധനങ്ങൾ ആവശ്യത്തിനൊക്കെ നമ്മളെ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ ഡ്രസ്സും പിന്നെ വേറെ ഇലക്ട്രിക് സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഭയങ്കര തിരക്കാണ്. അവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പിന്നെ കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ നടന്ന് തന്നെ പോണം, വണ്ടിയിലെ പോക്ക് നടക്കില്ല. ഏത് വഴി പോയാലും കറങ്ങി തിരിഞ്ഞ് നിന്ന സ്ഥലത്ത് തന്നെ എത്തും. അതാണ് ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് അതുമല്ല അങ്ങനെ ലാഭമായിട്ടും തോന്നിയില്ല. നമുക്ക് പോയ സ്ഥലം നമ്മളൊക്കെ പോയാൽ അവർ പറ്റിക്കും. അവർക്ക് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുപോകണം, അറിയാവുന്നവരാരെങ്കിലും. എന്നാലേ കറക്റ്റ് പ്ലേസും അറിയാൻ പറ്റുള്ളൂ, വില വീശാനും അങ്ങനെയൊക്കെ പറ്റും. ലാഭമായിട്ടൊന്നും തോന്നിയില്ല. അപ്പം നമ്മൾ വിചാരിച്ചത് വെറുതെ വാങ്ങണ്ട. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു ഷോപ്പിൽ കയറി കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. സോ അങ്ങോട്ടേക്ക് പോകും. പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. എരിവുള്ളത് സെപ്പറേറ്റും, ഉക്കുവിന് എരിവിടാത്തത്. ഉക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ. പക്ഷെ നമ്മളധികം ഈ നാക്കൊക്കെ ചിലപ്പോൾ കഴിക്കുമ്പം ഒരുമാതിരി മുറിയുന്ന പോലെ തോന്നും. അപ്പം അതുകൊണ്ട് പിന്നെ ചുമക്കുകയും തുമ്മലും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളങ്ങനെ മാക്സിമം കൊടുക്കാറില്ല. തൊണ്ടയൊക്കെ ചൊറിയെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പം പോകുന്ന വഴി ഒരുപാട് ഇരിക്കുന്നുണ്ട്. കൊടുക്കും, കുഴപ്പമില്ല. പിന്നെ വയ്യാത്ത സമയത്തൊന്നും അധികം കൊടുക്കാറില്ല, എപ്പോഴും കിട്ടാറില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ വരുന്ന വഴി കോന്നി റൂട്ടാണ് കേട്ടോ. നമ്മള് അങ്കമാലിയിൽ നിന്ന് കോന്നി റൂട്ട് വഴിയാണ് പോകുന്നത്. അപ്പം ഒരുപാട് പൈനാപ്പിള് റോഡ് രണ്ട് സൈഡിൽ ഒരുപാടുണ്ട്, വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ വാങ്ങിയതാണ്. ഉപ്പും മുളകും ഇട്ടത് അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയ എരിവും മധുരവും ഉപ്പും അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. ചേട്ടൻ കുറച്ച് പൈനാപ്പിൾ വീട്ടിലത്തേക്ക് വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ഇതുണ്ടോ, ഇഷ്ടം പോലെ പൈനാപ്പിൾ ഇരിപ്പുണ്ട്. അതുപോലെ രണ്ട് സൈഡിലും ഇക്കു ചോദിച്ചോണ്ടിരിക്കുന്നുണ്ടോ, ഇക്കുന് ഉണ്ടെന്ന് പറഞ്ഞ അങ്ങനെ അത് നമുക്കൊന്ന് കൈക്കറി കൊണ്ട്. അപ്പൊ അത് ഇന്ന് താഴത്ത് കട്ട് ചെയ്തേ കൊടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗം നിങ്ങളുടെ ഒന്ന് താഴത്ത് കട്ട് ചെയ്തിട്ട് ഇക്കുന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ നമ്മള് വീടെത്താറായി. നമുക്കൊരു 2-3 കിലോമീറ്റർ ഉണ്ട് വീടെത്താൻ. നമ്മൾ സക്സസ്ഫുള്ളി 2-3 കിലോമീറ്റർ ഉണ്ടോ? സോറി 1 കിലോമീറ്ററേ ഉള്ളൂ വീടെത്താൻ. കിളി പോയി ഗൈസ് ഡ്രൈവ് ചെയ്ത്. നമ്മൾ സക്സസ്ഫുള്ളി 927 കിലോമീറ്റർ ഇതുവരെ കവർ ചെയ്തിരിക്കുന്നു. ഇത്രയും ലോങ് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഒറ്റയടിക്ക്. ആദ്യമായിട്ട് നമ്മൾ പാലക്കാട് പോയി. പിന്നെ വേറെ എവിടെ പോയി? വാഗമൺ പോയപ്പോ ഇത്രയും ദൂരം ആയില്ലല്ലോ. മൂന്നാർ പോയി നമ്മൾ കറങ്ങി തിരിച്ചു വന്നില്ലേ, ഗുരുവായൂർ പോയി. അങ്ങനെ തോന്നുന്നു സുരേഷ് ആണല്ലേ പോണം.
അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അപ്പൊ നമ്മള് വീടെത്താറായി. ഇനി വീട്ടിൽ പോയി എല്ലാം ഒന്നേന്ന് അൺലോഡ് ചെയ്ത് ലോഡ് ചെയ്യണം. നമ്മളെ വണ്ടിയുടെ സാധനങ്ങളെല്ലാം ബാഗിൽ ഫുൾ നിറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഇന്ന് എടുത്ത് മാറണം, കാരണം നാളെ അടുത്ത ട്രിപ്പ് ഉണ്ട്. ട്രിപ്പല്ല, മാർത്താണ്ഡം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോഴ് വീഡിയോ എല്ലാരും കാണണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ഇനി നമ്മുടെ വണ്ടിയുടെ മേക്ക് ഓവർ ട്രാൻസിഷൻ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് വേറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. കുറച്ച് ലാഗ് ആവുന്നുണ്ട്, എല്ലാവരും സമയം കിട്ടാറില്ല. പക്ഷെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. ബൈ.